അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഹാബി പള്ളിയിൽ, അതും കേരളത്തിലുള്ള വഹാബി പള്ളിയിൽ തറാവീഹ് നിസ്കാരം 20 റക്അത്താണ് നിസ്കരിക്കുന്നത്. കേരളത്തിലുള്ള വഹാബി പള്ളിയിൽ സുന്നികൾ ഏത് പ്രകാരമാണോ ചെയ്യുന്നത് അതുപോലെയാണ് അവരും ചെയ്യുന്നത്. ഇത് പറയുമ്പോ നിങ്ങളെന്തിനാ എന്നെ തുറച്ചു നോക്കുന്ന വഹാബികളെ? ഞാൻ പറയുന്ന സത്യ, നിങ്ങൾക്ക് ഞാൻ തെളിവ് തരാം. എന്നെ തുറച്ചു നോക്കൊന്നും വേണ്ട. ഇത് നമ്മൾ കാണിക്കുന്നത് അവരെന്തോ വലിയ കാര്യം ചെയ്തു എന്ന രീതിയിലല്ല. അവർക്ക് തന്നെ ബോധ്യപ്പെട്ടു തുടങ്ങി വഹാബികൾ പറയുന്നതൊന്നും ശരിയല്ല. അതുകൊണ്ട് തന്നെ കുറെ മാറ്റത്തിരുത്തലുകളൊക്കെ അത്യാവശ്യമാണ് എന്ന് അവർക്കും തോന്നി തുടങ്ങി. അതിന് കാരണം വഹാബിസം പൊട്ടിപ്പിളർന്നതാണ്. വഹാബിസം പൊട്ടിപ്പിളർന്നപ്പോൾ പല സത്യങ്ങളും വഹാബികൾ തന്നെ തുറന്നു പറയാൻ തുടങ്ങി. ഇത് അണികൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചു. ആ ആശയക്കുഴപ്പത്തിൽ നിന്നാണ് പലതും അവർ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത്. വഹാബികളെ സംബന്ധിച്ചിടത്തോളം അവർ പുത്തൻവാദികളാണ്. അതിന് വേറെ തെളിവ് തേടിപ്പോവേണ്ട ആവശ്യമില്ല. കാരണം എന്താന്ന് വെച്ചാല് 2013 ശേഷം വഹാബികളെ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ മതി. എത്ര തൗഹീദുകളാണ് വിവിധങ്ങളായ ഇനങ്ങളായി, വിവിധങ്ങളായ പരിപാടികളിലായി, വിവിധങ്ങളായ മാസങ്ങളിലായി വന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെ പുതിയതാണ്, കുഫറിലേക്ക് പോകുന്നതുമാണ്. അപ്പൊ പിന്നെ അവർ പുത്തൻവാദികളാണ്. പുത്തൻവാദികളുടെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ 20 36 എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല. പക്ഷേ അവരിൽ തന്നെ ചില മാറ്റങ്ങൾ തുടങ്ങി എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ പൊട്ടിപ്പിളർന്ന തൗഹീദിന് ശേഷം വിവിധ മൗലവിമാരുടെ വിവിധ പ്രസംഗങ്ങൾ കേട്ടതാണ് അവർക്ക് മാറ്റമുണ്ടാകാൻ കാരണം. നമുക്കൊരു പ്രഭാഷണം ആദ്യം കേട്ടു നോക്കാം. അതിൽ മൗലവി പറയുന്നത്, നമ്മൾ ഇത്രയും കാലം തറാവീഹ് നിസ്കാരവും ഖുനൂത്തും വെള്ളിയാഴ്ചയിലെ 2 ബാങ്കും ഒക്കെ ഒഴിവാക്കിയത് അത് സ്വഹാബത്ത് ചെയ്തത് കൊണ്ടാണ്. സ്വഹാബത്ത് ചെയ്താൽ അത് തെളിവായി സ്വീകരിക്കാൻ പറ്റുമെന്നില്ല. അതുകൊണ്ടാണ് നമ്മളത് ചെയ്യാതിരുന്നത് എന്നാണ് മൗലവി പറയുന്നത്. അവലംബമാക്കുക. എന്താണ് ഈ സഹാബത്തിന്റെ ധാരണ? ഒരു സഹാബി ഒരു കാര്യം പറഞ്ഞാൽ അത് തന്നെ പിന്തുടരൽ നിർബന്ധമാണോ? ആണെങ്കിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് വെള്ളിയാഴ്ച 2 ബാങ്കുണ്ടാക്കി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗൾഫ് മക്കത്ത് വരെ എന്ത് ചെയ്യുന്നു? 2 ബാങ്ക് കൊടുക്കുന്നു. ഇങ്ങനെ സഹാബികളുടെ അഭിപ്രായമല്ല തെളിവ്, റസൂലുള്ളാഹിന്റെ അടുക്കൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ് തെളിവ് എന്ന് നമ്മൾ സുന്നികളോട് എന്നും പറയുന്ന കാര്യമാണ്. അതിനാലാണ് ഇവരുടെ പ്രബന്ധത്തിൽ എന്തു പറഞ്ഞത്? അതൊക്കെ ചില്ലറ അഭിപ്രായ വ്യത്യാസമാണ് എന്ന് പറഞ്ഞു. വെള്ളത്തിൽ മന്ത്രിച്ചൂതൽ ഇതൊക്കെ ചില്ലറ അഭിപ്രായ വ്യത്യാസമാണ് എന്ന് പറഞ്ഞത് ഈ ഫഹ്മു സഹാബ എന്ന് പറഞ്ഞാൽ സഹാബികൾ ആരെങ്കിലും പറഞ്ഞാൽ തെളിവാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത് സഹാബിയുടെ വാക്ക് തെളിവല്ല. കേട്ടല്ലോ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് സ്വഹാബാക്കൾ അക്ഷത്ര തുല്യരാണ്. അവരിൽ നിങ്ങൾ ആരെ പിൻപറ്റിയാലും അവർ സന്മാർഗം പ്രാപിച്ചവരാണ്. പക്ഷേ വഹാബികൾക്ക് അത് പോരാ. വഹാബികളെക്കാളും ഖുർആൻ സുന്നത്തും തിരിയുന്ന ഏത് സ്വഹാബത്തായി ഇന്ന് ലോകത്തുള്ളത്? അതുപോലെ തന്നെ സഹാബിയുടെ അഭിപ്രായം തെളിവല്ല, അദ്ദേഹം ചെയ്ത കാര്യം തെളിവല്ല. ഖുർആനോടും സുന്നത്തിനോടും യോജിച്ചത് സഹാബത്ത് പറഞ്ഞാൽ തെളിവാകുന്നു. ഇതാണ് ഇത്രകാലം പഠിപ്പിച്ചത്. ഈ മൻഹജിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത്. മാത്രമല്ല, ഈ മൻഹജ് അംഗീകരിക്കുകയാണെങ്കിൽ അൽമനാറിലെ തത്വമനുസരിച്ചുകൊണ്ട് അൽമനാർ തന്നെ എടുത്താൽ ഖുനൂത്ത് ഓതൽ സുന്നത്താണ് എന്ന് വാദിക്കുന്നവൻ അത് ശരിയാണ് എന്ന് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. എന്തുകൊണ്ട് അറിയോ? ഇതിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിലും മഗ്രിബിലും ഖുനൂത്ത് നിർവഹിക്കാറുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ അലി റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ, ഇബ്നു അബ്ബാസ്, ഖിഫാഫ് എന്നിവരിൽ നിന്ന് റിപ്പോർട്ടുകളുണ്ട്. ബറാഇന്റെ ഈ ഹദീസ് ഹസനും സഹീഹുമാകുന്നു. സഹാബികളിൽ പലരും ഖുനൂത്ത് ഓതാറുണ്ടായിരുന്നു എന്ന് അൽമനാർ 1994 ഡിസംബർ ലക്കത്തിൽ പറയുന്നു. സഹാബികളിൽ പലരും ഖുനൂത്ത് ഓതാറുണ്ടായിരുന്നു. അപ്പോൾ ഫഹ്മു സഹാബത്തിന് സഹാബത്തിന്റെ ധാരണയെ തെളിവാക്കുകയാണെങ്കിൽ
എന്തു പറയേണ്ടി വരും? കുനൂത്ത് ഓതുന്നതിലും വിരോധമില്ല. സുഫിയാൻ സൗരി പറഞ്ഞതായിക്കൊണ്ട് ഇതിൽ തന്നെ ഉദ്ധരിക്കുന്നു. സുഫിയാൻ സൗരിയുടെ അഭിപ്രായം കുനൂത്ത് എടുക്കുന്നതും എടുക്കാതിരിക്കുന്നതും നല്ലതാകുന്നു. പ്രമുഖനായ ഒരു പണ്ഡിതനാണ്. അയാൾ പറഞ്ഞ് കുനൂത്ത് ഒഴിവാക്കുന്നതും നല്ലതാണ്, എടുക്കുന്നതും നല്ലതാണ്. ഈ അഭിപ്രായം സഹാബികളുടെ അഭിപ്രായം അല്ലെങ്കിൽ ഒരു സഹാബിയുടെ അഭിപ്രായം മതത്തിൽ തെളിവാണെങ്കിൽ കുനൂത്ത് എടുത്താലും വിരോധമില്ല എന്നല്ലേ അൽമനാർ 94 ഡിസംബർ ലക്കത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സ്വഹാബാക്കൾ പറഞ്ഞത് ഖുർആനിനും സുന്നത്തിനും യോജിച്ചതാണെങ്കിൽ വഹാബികൾ എടുക്കും. വഹാബികൾ അത്ര വിവരമില്ലാത്തവരാണല്ലോ സ്വഹാബാക്കൾ. സ്വഹാബാക്കൾക്ക് ഖുർആനും സുന്നത്തും തിരിയാതെ എന്തൊക്കെയോ സ്വന്തമായിട്ട് പറഞ്ഞു വിട്ടുണ്ട്. അത് വഹാബി ഫാക്ടറിയിലിട്ട് പരിശോധിക്കും. എന്നിട്ട് സ്വഹാബാക്കൾ ചെയ്തത് ഖുർആനും സുന്നത്തും അനുസരിച്ചാണ്, പറഞ്ഞത് ഖുർആനും സുന്നത്തും അനുസരിച്ചാണ് എന്ന് ഈ ഫാക്ടറി പറഞ്ഞാൽ നമ്മൾ സ്വഹാബാക്കൾ അംഗീകരിക്കും, അല്ലെ സ്വഹാബത്തിനെ തള്ളും. അതുകൊണ്ടാണ് ഖുനൂത്തും തറാവീഹ് നിസ്കാരവും അതുപോലെ വെള്ളിയാഴ്ചയിലെ 2 ബാങ്കും തള്ളുകയും റക്അത്തിന്റെ എണ്ണം വെട്ടിച്ചുരുക്കുകയും ചെയ്ത്. ഉമർ റളിയല്ലാഹു അൻഹു ഖുർആനും സുന്നത്തും തിരിയാത്ത ആളായി പോയല്ലോ. അതുകൊണ്ടാണ് നമ്മളെ മുജാഹിദ് ബാലട്ടെ ഉമർ റളിയല്ലാഹു അൻഹു മുശ്രിക്കായി പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞത്. നിങ്ങളാരും കേട്ടതാണല്ലോ, ഞാനത് വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കേട്ടതാണെങ്കിൽ. എന്നാല് വഹാബികൾക്കല്ലാത്ത ആർക്കെങ്കിലും ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഖുർആനും സുന്നത്തും അനുസരിച്ചാണ് എന്ന് ബോധ്യപ്പെട്ടവരുണ്ടോ? എന്റെ സഹോദരന്മാരെ, ലോകത്ത് 4 മദ്ഹബിന്റെ ഇമാമുകളും, നല്ലപോലെ കേട്ടോളി, ലോകത്ത് 4 മദ്ഹബിന്റെ ഇമാമുകളും ആ ഇമാമുകളുടെ അനുയായികളും അവരെ പിൻപറ്റിയവരുമായ കോടിക്കണക്കിനു ജനങ്ങൾ തറാവീഹ് 23 റക്അത്ത് നിസ്കരിക്കുന്നവരാണ്. തെറ്റിപ്പോയതല്ലേ, പേച്ചതല്ലേ? കേട്ടോളി, നല്ല പേച്ചല്ലോ, നല്ലോണം കേട്ടോളി, നിങ്ങൾ കേട്ടോളി. ലോകത്ത് കോടിക്കണക്കിന് ഇമാമികളും അനുയായികളും 4 മദ്ഹബിന്റെ ഇമാമുകളും തറാവീഹ് 23 റക്അത്ത് നിസ്കരിക്കണം എന്ന് പറയുന്നവരും അത് ചെയ്യുന്നവരുമാണ്. കേട്ടല്ലോ, ലോകത്ത് കോടിക്കണക്കിന് വരുന്ന ഇമാമിങ്ങള്, മദ്ഹബിന്റെ 4 ഇമാമിങ്ങള്, അവരുടെ അനുയായികള് എല്ലാരും ചെയ്തു പോകുന്നത് തറാവീഹ് നിസ്കാരം 20 റക്അത്ത് 3 വിത്റുമാണ്. പിന്നെ മൂപ്പർക്ക് തറാവി ഏതാണ്, വിത്ര ഏതാണ് തിരിയാത്തോണ്ട് 23 തറാവിയാന്ന് വിചാരിച്ചു. ഏതാ ജീവിതത്തില് 8 റക്അത്താണല്ലോ നിസ്കരിച്ചിട്ടുള്ളത്. ലോകത്തുള്ള ഇമാമികളൊക്കെ ചെയ്തത് എത്രയാണ് നിങ്ങൾ കേട്ടല്ലോ. വഹാബി മൗലവിയെ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ല. അപ്പൊ ഈ ഇമാമികൾക്കൊക്കെ സ്വഹാബാക്കൾ പറഞ്ഞത്, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് അത് ഖുർആനും സുന്നത്തും അനുസരിച്ചാണെന്ന് ബോധ്യപ്പെട്ടു. ചില വഹാബികൾക്ക് ബോധ്യപ്പെട്ടില്ല. അതുകൊണ്ട് ചില ആളുകൾ 8 നിസ്കരിക്കും, ചില ആളുകൾ 11 നിസ്കരിക്കും. അതിൽ തന്നെ അവർക്ക് യോജിപ്പില്ല. 11 പറയുന്നവര് റമദാനിലും അല്ലാത്തപ്പോ നിസ്കരിക്കേണ്ട നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞ ഹദീസാണ് തെളിവായി കൊണ്ടുവരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ തെളിവായി കൊണ്ടുവരുന്നത് എന്ന് നമുക്കറിയില്ല. ഏതായാലും കേരളത്തിൽ ഒരു പള്ളിയിൽ അതിന് വിരുദ്ധമായി 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുന്നു. നമുക്കത് കേട്ട് അവസാനിപ്പിക്കാം. തലശ്ശേരി ഒരു പള്ളിയുണ്ടല്ലോ, സറാറ സലഫി മസ്ജിദ്. ആ പള്ളിയില് ഈ കഴിഞ്ഞ റമദാനിൽ 21 തറാവീഹ് നിസ്കരിച്ചത്. പറയ മാത്രമല്ല, പ്രവർത്തനത്തിലും AP വിഭാഗം മുജാഹിദിന്റെ സമുന്നതരായ പണ്ഡിതന്മാർ മുഴുവൻ കഴിഞ്ഞ റമദാനിൽ അവിടെ പോയി ക്ലാസ് എടുത്ത നോട്ടീസ് വരെ നമ്മളെ ആളുകൾ എടുത്തിട്ടുണ്ട്. തറാവീഹ് സുന്നികളായ നമ്മളൊക്കെ നിസ്കരിക്കുന്നത് എത്രയാ? 20 റക്അത്താണ്. വഹാബി പള്ളിയില് 8 റക്അത്തും 11 റക്അത്തും ഒഴിവാക്കുമ്പോഴേക്ക് 21ലേക്ക് കയറി. ഒന്നിന്റെ കളരിക്ക് പുറത്ത്, അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്. തലശ്ശേരിയിലെ പള്ളിയിലാവല്ലോ 21 റക്അത്താണ് തറാവീഹ് നിസ്കരിച്ചെന്നാ പറയുന്നത്. ഒരൊറ്റ കുട്ടി പറഞ്ഞ നിങ്ങൾ ഈ തറാവീഹ് 21 നിസ്കരിക്കുന്നത് ശരിയല്ല, 11 പറഞ്ഞില്ല. ആദർശമില്ല. ആദർശമുള്ള ആളാണ് മൂപ്പര്, മർക്കസ് ദാവയുടെ നേതാവായ ഈ മാന്യദേഹം. അതുകൊണ്ട് തന്നെ AP അബ്ദുൽ ഖാദർ മൗലവിയുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, KNM-കാര്, അവർക്കും ബിഷ്ടത്തിനും ആദർശമില്ല. അവർക്ക് 21 റക്അത്ത് നിസ്കരിക്കുന്നത് കണ്ടിട്ട് നിസ്കരിക്കാൻ
നിസ്കരിക്കരുത് എന്ന് പറയാൻ തോന്നിയില്ല. അവിടെ ക്ലാസ് എടുത്തു കൊടുത്ത KNMന്റെ നേതാക്കളടക്കം അത് നോക്കി നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രയാണ് തറാവീഹ് നിസ്കരിച്ചത് എന്ന് തെളിവ് കിട്ടിയിട്ടില്ല. എന്ന് തെളിയിക്കാൻ ഇവർക്കാർക്കും പറ്റിയിട്ടില്ല. എന്നിട്ട് ഉറപ്പില്ലാതെ പറയാ 11 വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന്. 3 ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിൽ പ്രത്യേകമായി നിസ്കരിച്ചത്. ആ നിസ്കാരം എത്രയാണെന്ന് ഒരൊറ്റ വഹാബിക്കും ഇന്ന് വരെ പറയാൻ സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല. പിന്നെ എങ്ങനെയാണ് ഇവർക്ക് 11 കിട്ടിയത്, 8 കിട്ടിയത്? നമുക്ക് ചെയ്തു കാണിച്ചു തന്നു, നമ്മളത് ചെയ്യുന്നു. വഹാബി പള്ളിയിലും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞതല്ല, സാക്ഷാൽ വഹാബി മൗലവിയാണ് പറഞ്ഞത്. വഹാബികൾക്കിടയിൽ തന്നെ തറാവീഹ് എത്ര റക്അത്താണ് എന്ന വിഷയത്തിൽ ഒരു തീരുമാനത്തിലെത്താൻ ആയിട്ടില്ല. ഇതുവരെ പറഞ്ഞത് 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുന്നവർ പിഴച്ചവരാണ്, അവർ നരകത്തിലേക്കാണെന്ന്. ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ നരകത്തിലേക്കാണെന്നാണ് ഇവർ വാദിച്ചിട്ടുള്ളത്. ഇപ്പോൾ പറയുന്നു അങ്ങനെ നിസ്കരിക്കുന്നുണ്ട് എന്ന് കരുതി അവരെ മുശ്രിക്കാക്കാനോ അവരെ പുത്തൻവാദിയാക്കാനോ നോക്കേണ്ടതില്ല. ഇങ്ങനെ പുതിയ പുതിയ വാദങ്ങളുമായി വരുന്നവരാണ് വഹാബികൾ. അവരെ പേറിയാൽ പേറിയവർ നാറും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.